നമസ്കാരം. 2025 വിഷുഫലം എന്ന് പറയുന്നത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ആദ്യം പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മഹാത്ഭുതങ്ങൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2025 വിഷു വർഷം. അശ്വതി നക്ഷത്രത്തിന് ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ വിഷു വർഷം കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മംഗളകാര്യങ്ങൾക്കുള്ള യോഗം ഈ ഒരു വിഷു കഴിയുന്നതോടുകൂടി കാണുന്നുണ്ട്. അതായത് വിവാഹം, സന്താനയോഗം തുടങ്ങിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ എന്തെങ്കിലും നേട്ടങ്ങൾ, ചിലപ്പോൾ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നടന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായി നല്ല ഉയർച്ച ലഭിക്കുന്ന വർഷമാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. തൊഴിലിൽ സ്ഥാനക്കയറ്റം, വരുമാന വർധനവ് എന്നിവ ലഭിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, പോലീസ് ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച കൈവരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വർഷം. ധനപരമായി നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കടങ്ങളൊക്കെ തീർക്കാനുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വിഷു കഴിയുന്നതോടുകൂടി സംജാതമാകാൻ പോകുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച രീതിയിൽ പഠനത്തിലൂടെ വിജയം നേടാനും ഉപരിപഠനത്തിന് യോഗ്യത നേടാനും അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. തൊട്ടതെല്ലാം പൊതുവെ പൊന്നാക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. ഈ വിഷുഫലത്തിൻ്റെ ഭാഗ്യം കൂടി ചേരുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ അശ്വതിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുദോഷങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില മിത്രങ്ങൾ പോലും ജീവിതത്തിൽ ശത്രുക്കളായി തീരാനുള്ള സാധ്യത കൂടുതലാണ്. തർക്കങ്ങൾ, വഴക്കുകൾ, പിണക്കം, കലഹം ഇതൊക്കെ സുഹൃത്തുക്കളുമായിട്ടോ കുടുംബത്തിലെ ബന്ധുക്കളുമായിട്ടോ ഉണ്ടാകാൻ സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാലം കൂടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ താമസം മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ദോഷം മാറുന്നതിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുക. ഈ ഒരു വിഷയമൊഴിച്ചാൽ പൊതുവെ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അനുകൂലമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഈ ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണഫലങ്ങളും അതുപോലെ തന്നെ ദോഷഫലങ്ങളും ചേർന്ന് സമ്മിശ്ര ഫലം വരുന്ന ഒരു വർഷമാണ്. ജന്മം കൊണ്ട് തന്നെ ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ഗുണം ലഭിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. അതായത് അച്ഛനോ അമ്മയോ ഭരണി നക്ഷത്രക്കാരായാൽ മകന് അല്ലെങ്കിൽ മകൾക്ക് വലിയ രീതിയിലുള്ള ഐശ്വര്യം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. മക്കളുടെ ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ തീർന്ന് മക്കൾ രക്ഷപ്പെടുന്നത് കാണാനുള്ള ഒരു അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ്. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും വിജയിക്കുന്നതാണ്. കാര്യവിജയം, ഇഷ്ടകാര്യലബ്ധി, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്നതാണ്. പ്രണയസാഫല്യം, വിവാഹയോഗം, സന്താനയോഗം ഇതൊക്കെയുള്ള ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. സ്വത്തുവകകളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ചിലർക്ക് ദോഷങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. കാരണം ചിലർക്ക് ആശുപത്രിവാസത്തിനുള്ള യോഗം കാണുന്ന ഒരു വർഷം കൂടിയാണിത്. നേരത്തെ ചികിത്സിച്ചാൽ ഫലം ലഭിക്കുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചില വഴക്കുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ചില വ്യക്തികളുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും അതുമൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മേലധികാരികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമൂലം തൊഴിൽ മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ മൂലം പഴികൾ കേൾക്കേണ്ടതായി വരാം. പണവുമായി ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങലുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടം വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് കുറച്ച് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു രീതിയിലുള്ള ദോഷങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു പാൽപ്പായസ വഴിപാട് നടത്തുക. എല്ലാം മംഗളമായി ഭവിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ 2025 ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങി സന്തോഷം കടന്നു വരുന്ന ഒരു വർഷമായി മാറുന്നതായിരിക്കും. അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം കാർത്തിക നക്ഷത്രത്തിന് ദുഃഖങ്ങളും മനപ്രയാസങ്ങളും തീരുന്ന ഒരു വർഷമായി മാറുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് മനപ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ ഒരുപാട് ദുരിതങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച നക്ഷത്രമാണ് കാർത്തിക. ഈ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഈ വിഷു കഴിഞ്ഞതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാലം കൂടിയാണ്. ധനക്ലേശമുള്ള നക്ഷത്രമാണ് കാർത്തിക. ആ ധനക്ലേശങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും.
തൊഴിൽ സംബന്ധമായി ചില വഴിത്തിരിവുകൾ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ ജീവിതത്തിൽ ധനപരമായി മുന്നേറ്റം നടത്താനുള്ള അവസരം കൊണ്ടുവരുന്നതാണ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത രീതിയിൽ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു കൊല്ലത്തിനകത്ത് ചില അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ വർഷമാണ് ഈ ഒരു വർഷം. ഈ ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷം ഇവരുടെ ജീവിതത്തിൽ ശുക്രൻ്റെ ഒരു കടാക്ഷം പ്രത്യേകമുള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. ചില ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ അതൊക്കെ അനുകൂലമായി വരുന്നതാണ്. തൊഴിൽ സംബന്ധമായി കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് അംഗീകാരം, പ്രശംസ, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, അതുമൂലം അംഗീകാരങ്ങൾ ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതാണ്. ചിലർക്ക് കണ്ണ്, ത്വക്ക്, ഉദരം തുടങ്ങിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദോഷങ്ങൾ മാറുന്നതിന് ശിവക്ഷേത്രത്തിൽ മാസത്തിലൊരു തവണ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. എല്ലാ രീതിയിലും നല്ലൊരു വിഷുഫലമാണ് കാർത്തിക നക്ഷത്രത്തിന് കൈവരുന്നത്. ഇതൊരു പൊതുഫലം മാത്രമാണ്. വിശദമായി അറിയാൻ അടുത്തുള്ള ജ്യോത്സ്യരെ സമീപിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നമസ്കാരം.